ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. പുരുഷൻ്റെ ലോകത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകാനുള്ള ഒരു അവസരമായിട്ട് നല്ല സ്ത്രീകൾ വിവാഹ ജീവിതത്തെ കാണുന്നത്. അവർക്ക് അതിന് പുറമേ ഒരു സാമൂഹ്യ ജീവിതമുണ്ട്, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുണ്ട്, സൗഹൃദ ബന്ധങ്ങളുണ്ട്. ചിലർ ഇതിലേക്ക് മാത്രമായിട്ട് ഒതുക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടങ്ങൾക്കും എല്ലാം വിലക്കേർപ്പെടുത്തുന്നവരുണ്ട്. എന്നാൽ ഇതിനെല്ലാം അതായത് കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദ ബന്ധങ്ങൾക്കും സാമൂഹിക ബന്ധങ്ങൾക്കും എല്ലാം അവസരം നൽകുകയും അതിനായിട്ട് അവർക്ക് തടസ്സം നിൽക്കാതിരിക്കുകയും തരത്തിലുള്ള പുരുഷന്മാരെയായിരിക്കും സ്ത്രീകൾ എപ്പോഴും ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാനായിട്ടും അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കാനായിട്ടും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു പുരുഷനിൽ നിന്ന് അവരെന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എന്തെല്ലാം തരത്തിലുള്ള ക്യാരക്ടറുകളാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടായിരിക്കണമെന്ന് സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. എപ്പോഴും ഇമോഷണലി വീക്കായിട്ടിരിക്കുന്നവരെക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും വൈകാരികമായിട്ടുള്ള പക്വത പ്രകടിപ്പിക്കുന്നവരെ ആയിരിക്കും സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അത് അത്തരത്തിലുള്ളവർക്കെന്ന് പറയുമ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാൽ പോലും അതിനെ തരണം ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കും സ്ത്രീകൾ എപ്പോഴും ഇമോഷണലി മെച്ചുറായിട്ടുള്ളവരിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ടും കാണുന്നത്. അഭിപ്രായങ്ങൾ കേൾക്കാനും അത് മാനിക്കാനുമുള്ള സന്നദ്ധമായിട്ടുള്ള ഒരു മനസ്സ് അതെല്ലാവർക്കും ഉണ്ടായിരിക്കില്ല. അത് തുറന്ന മനസ്സുള്ള ഒരാൾക്ക് മാത്രമാണ് എപ്പോഴും തൻ്റെ ഇണയുടെ അഭിപ്രായങ്ങളെ കേൾക്കാനും അത് അംഗീകരിക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ചിലരെ എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും നിശ്ചിതമായിട്ട് വിമർശിക്കും, ഒരു വാക്ക് പോലും ആ ഒരു അഭിപ്രായത്തിന് വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യും. അതെപ്പോഴും ഏത് ബന്ധത്തിനാണെങ്കിൽ കൂടിയും വഷളാക്കുകയും മാത്രമാണ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിൽ കൂടി ഒരു നിശ്ചിതമായിട്ട് വിമർശിച്ച ഒരു മൂല്യവും കൽപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിപ്പോൾ ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെങ്കിൽ കൂടിയും അത് ആ ബന്ധത്തെ നല്ല രീതിയിൽ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ തൻ്റെ പാർട്ട്ണറെ തുറന്ന് കേൾക്കാനും അഭിപ്രായത്തെ മാനിക്കാനും അത് നിശ്ചിതമായി വിമർശിക്കാതിരിക്കാനും ശ്രമിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. തങ്ങളുടെ പാർട്ട്ണറുടെ അല്ലെങ്കിൽ അവരുടെ വിജയങ്ങൾ അല്ലെങ്കിൽ സക്സസ്സുകൾ തങ്ങളുടേത് കൂടിയാണെന്ന് കരുതി സന്തോഷിക്കുന്ന എത്ര പുരുഷന്മാരുണ്ടാവും? ഞാൻ വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒപ്പോസ് ചെയ്യാനോ ആയിട്ട് ഒന്നും പറയുന്നതല്ല. അങ്ങനെ ഒരു മനസ്സുള്ളവർ എത്ര പേരുണ്ടാവും? അങ്ങനെയുള്ള പുരുഷന്മാർ, അതായത് തങ്ങളുടെ വൈഫിൻ്റെയോ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ട്ണറിൽ അവരുടെയൊക്കെ ആണെങ്കിൽ കൂടിയും വിജയം അല്ലെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഏതൊരു ചെറിയ ഒരു സക്സസ് ആണെങ്കിൽ കൂടിയും അതിൽ സന്തോഷിക്കുകയോ അവരെ അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും അത് തങ്ങളുടേത് കൂടിയാണ് എന്ന് പറയുകയും അല്ലെങ്കിൽ വിശ്വസിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന പുരുഷനെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. അങ്ങനെ അംഗീകരിക്കുന്നവരെയാണ് എന്താ പറയുക നല്ലൊരു മനസ്സിനുടമയായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത്തരം പുരുഷന്മാരിലേക്ക് പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടുകയും അവർക്കൊരു ഇഷ്ടം തോന്നുകയും വൈവാഹിക ജീവിതമാണെങ്കിൽ അത് നല്ല രീതിയിൽ സുദൃഢമായിട്ട് പോവുകയും ചെയ്യും. ആ ബന്ധത്തിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക അകൽച്ചയോ ഒന്നും തന്നെ ഉണ്ടാവുകയും ചെയ്യില്ല. ബന്ധത്തിലായാലും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തരായിരിക്കും, അതുപോലെ ജീവിത വീക്ഷണങ്ങൾ ജീവിത മൂല്യങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് പരസ്പരം എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണ് തൻ്റെ പങ്കാളി അനുസരിക്കാമോളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാമോളോ എന്നുള്ളൊരു നിലപാടിലേക്ക് മാറാതെ അവരവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്ത് നോക്കൂ. ആ സ്പേസിൽ അവർ സന്തുഷ്ടരാണ് എങ്കിൽ അത് ഒരു ജീവിതത്തിന് നല്ല രീതിയിലല്ലേ സക്സസ് ആക്കിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. പരസ്പരമുള്ള വിട്ടുവീഴ്ചകൾക്കും അല്ലെങ്കിൽ അവരവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം നൽകാനുമായിട്ട് ഏറ്റവും ശ്രദ്ധിക്കണം. ഇതുപോലെ വ്യക്തി സ്വാതന്ത്ര്യം നൽകുകയും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ സ്പേസ് നൽകുകയും ചെയ്യുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിവിടെ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഓരോ വ്യക്തിയും ഓരോ വ്യക്തിത്വങ്ങളുണ്ട്, അവരൊക്കെ ഇഷ്ടങ്ങൾ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള സ്ത്രീകളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമാണ് ഞാനിന്നിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു സ്ത്രീ ചിലപ്പോൾ ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കണമെന്ന് നമ്മളിപ്പോൾ ഒരാളെയും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാറ്റാനായിട്ട് പറ്റില്ല. പക്ഷെ അറിഞ്ഞ് ബിഹേവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.